ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനില്ലേ സദ്യയിലുള്ള ഒരു മസാലക്കൂട്ടം ഉണ്ടാവുമല്ലോ, നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോയാൽ അതാട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റുള്ളൊരു മസാലക്കൂട്ടാനാണ് കേട്ടോ. അത് സോയാബീൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതാട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിൽ അപ്പം കഴുകിയെടുത്തതാട്ടോ, കുതിരാനൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റും ഉരുളൻകിഴങ്ങ് ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇടുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ടാട്ടോ ഇടുന്നത്. വലിയ കഷ്ണങ്ങളാകുമ്പോൾ കൂട്ടാൻ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് കുതിർത്ത് വെച്ച ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഉപ്പ്, ആ കഷ്ണങ്ങൾക്കുള്ള ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു അര സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് വെന്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തത്. അതൊന്ന് പൊട്ടി വന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഒന്ന് കുറച്ചൊക്കെ ഇങ്ങനെ വാടി വന്നിട്ടാട്ടോ അതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. സ്റ്റവ് കുറച്ച് വെച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളാട്ടോ ഇടുക. മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മസാലക്കൂട്ടാനാവുക കാരണം അത്യാവശ്യം മല്ലിപ്പൊടിയൊക്കെ വേണം കേട്ടോ. അതിലേക്ക് ഒരു 2-3-4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണുള്ളൂ. കഷ്ണം വേവാൻ വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഇടുകൊണ്ടാട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത്. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഇടണുള്ളൂ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീഫ് മസാല, മീറ്റ് മസാല ഉണ്ടല്ലോ, അതൊരു വലിയൊരു ഒരു സ്പൂണാട്ടോ ഇടുന്നത്. പിന്നെ അതിൽ കുരുമുളക് പൊടി കേട്ടോ, ചെറിയൊരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത്യാവശ്യം എരിവൊക്കെ വേണം, എന്നാലോട്ടോ മസാലക്കൂട്ടാനൊക്കെ രസം ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ എരിവ് വേണം കേട്ടോ. പിന്നെ അത് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ കുറച്ച് തക്കാളിയും, ഒരു വലിയൊരു തക്കാളിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ തീ സ്പീഡിൽ കത്തിച്ച പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പം ഒന്നല്ലെങ്കിൽ സ്റ്റവ് ഓഫാക്കുക, അല്ലെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് പൊടികളിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞ് കൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ വേറെ ആയി പോകും. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടുന്ന വരെ ഇളക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ മസാലയിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് അതൊക്കെ സെറ്റായതിൻ്റെ ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച കടലയും ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതൊരു കുറച്ച് വെള്ളം വേവാൻ, കുക്കറിൽ വെള്ളം ഇല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ആ കടലയിലേക്കും ഉരുളൻകിഴങ്ങിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കുന്ന വരെ അത് അടച്ച് വെച്ചിട്ട് വെക്കണം കേട്ടോ. പിന്നെ അത് നല്ല മസാലയൊക്കെ ഉരുളൻകിഴങ്ങിലും ഇതിലൊക്കെ പിടിച്ചതിൻ്റെ ശേഷം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മസാലക്കൂട്ടാൻ കിട്ടും കേട്ടോ. അതിൽ വെള്ളം ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ മൺചട്ടി ആവും കൊണ്ടത് ചൂടാറുമ്പോഴത്തേനത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. മൺചട്ടിയിലാണെങ്കിലാണ് കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ ചൂടാറി എടുക്കുമ്പോൾ നല്ല കട്ടയായിട്ട് കിട്ടും കേട്ടോ, വെള്ളമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാവില്ലേ, സദ്യയിൽ നല്ല മസാലയൊക്കെ കൂട്ടാണ്ടാവുമല്ലോ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.